Dear students, welcome to our plus 2 business studies class. Today we are going to discuss the focus area from the 8th chapter controlling. നിയന്ത്രിക്കൽ എന്ന് പറയുന്ന 8ാമത്തെ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. Firstly, we shall discuss the meaning of controlling. നിയന്ത്രിക്കൽ, കൺട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് അതിൻ്റെ ഒരു അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കറിയാം, ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് എ മാനേജർ. മാനേജറുടെ പ്രധാനപ്പെട്ട ജോലിയാണ് നിയന്ത്രിക്കൽ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ എന്താണ് നിയന്ത്രിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺട്രോളിംഗ് ഈസ് ദി പ്രോസസ് ത്രൂ വിച്ച് മാനേജ്മെൻറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ആക്ച്വൽ ആക്ടിവിറ്റീസ് കൺഫോം ടു ദി പ്ലാൻഡ് ആക്ടിവിറ്റീസ്. അതായത് യഥാർത്ഥ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത പ്രവർത്തനങ്ങൾ പോലെ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് സ്വീകരിക്കുന്ന നടപടികളെയാണ് നമ്മൾ നിയന്ത്രിക്കൽ എന്ന് പറയുന്നത്. അതായത് ആസൂത്രണം ചെയ്തതുപോലെ തന്നെ കീഴ്ജീവനക്കാരിൽ നിന്നും ഉദ്ദേശിച്ച ഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ, അതായത് കീഴ്ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾ ഫലപ്രദമായിട്ട് എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. അപ്പോൾ അങ്ങനെ നിയന്ത്രിക്കുന്നതിനെയാണ് നമ്മൾ കൺട്രോളിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിംഗ് ഈസ് ലുക്കിംഗ് എ ഹെഡ് വൈൽ കൺട്രോളിംഗ് ഈസ് ലുക്കിംഗ് ബാക്ക്. അതായത് പ്ലാനിങ്, ആസൂത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള നോട്ടം, നിയന്ത്രിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നോട്ടുള്ള തിരിഞ്ഞു നോക്കലുമാണ്. അപ്പോൾ നല്ലൊരു കൺട്രോളിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്ലാൻ ചെയ്ത പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തി അതിൽ നിന്നുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്കതിൽ നെക്സ്റ്റ് ഫോക്കസ് ഏരിയയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കൺട്രോളിംഗ് പ്രോസസ്സ് എന്താണെന്നുള്ളതാണ്. അതായത് നിയന്ത്രിക്കൽ പ്രക്രിയ, അതിലെന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? കൺട്രോളിംഗ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, പ്രകടനത്തിനുള്ള നിലവാരങ്ങൾ നിശ്ചയിക്കൽ. അപ്പോൾ അതിന് ഫസ്റ്റ് സ്റ്റെപ്പാണ് ദി സ്റ്റാൻഡേർഡ് ആക്ട്സ് ആസ് ദി ക്രൈറ്റീരിയ എഗെയിൻസ്റ്റ് വിച്ച് ആക്ച്വൽ പെർഫോമൻസ് ഈസ് മെഷേർഡ്. അതായത് ഒരു സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജോലി നിർവഹണത്തെ വിലയിരുത്താനുള്ള ഒരു അടിസ്ഥാനമാണ് ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, ഈ നിലവാരങ്ങൾ നിശ്ചയിക്കുക എന്ന് പറയുന്നത്. ഈ നിലവാരങ്ങൾ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ക്യാൻ ബി സെറ്റ് ഇൻ ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആസ് വെൽ ആസ് ക്വാളിറ്റേറ്റീവ് ടേംസ്. നമ്മൾ സ്റ്റാൻഡേർഡ്, ഒരു നിലവാരം നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗണപരമായിട്ടും ക്വാണ്ടിറ്റേറ്റീവായിട്ടും ആവാം, ക്വാളിറ്റേറ്റീവായിട്ടും ആവാം, ഗുണപരമായിട്ടും ആവാം. അത് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ഇൻ ടേംസ് ഓഫ് കോസ്റ്റ് ടു ബി ഇൻക്വേർഡ്. എത്രത്തോളം ചെലവാണ് വരുന്നത്, അതായത് ഉൽപ്പാദന ചെലവ്, അതുപോലെ എത്ര വരുമാനം ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ ഉൽപ്പാദിപ്പിക്കേണ്ടതും വിൽക്കേണ്ടതുമായിട്ടുള്ള യൂണിറ്റുകൾ എന്തൊക്കെയാണ്, ഇതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അതായത് ക്വാളിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രൂവിങ് ഗുഡ് വിൽ, ഇംപ്രൂവിങ് മോട്ടിവേഷൻ ലെവൽ ഓഫ് എംപ്ലോയീസ് എക്സെട്ര. അതായത് ക്വാളിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ ഗുഡ് വില്ല്, സൽപ്പേര് മെച്ചപ്പെടുത്തുക, അതുപോലെ ജീവനക്കാർക്ക് പ്രചോദനങ്ങൾ നൽകുക, അല്ലെങ്കിൽ അവരുടെ പ്രചോദനങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക, ഇത്തരത്തിലുള്ള ഇതിനെക്കുറിച്ചുള്ള സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നതാണ് ക്വാളിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും കൺട്രോളിംഗ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവുമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പാണ്. ദി സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ ദി കൺട്രോളിംഗ് പ്രോസസ് ഈസ് ദി മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. യഥാർത്ഥ ജോലി നിർവഹണം അളക്കുക. പെർഫോമൻസ് ഷുഡ് ബി മെഷേർഡ് ഓൺ ആൻ ഒബ്ജക്റ്റീവ് ആൻഡ് റിലയബിൾ ബേസിസ്. ഈ പ്രകടനം അളക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വളരെ ഒബ്ജക്റ്റീവ് ആയിരിക്കണം, വസ്തുനിഷ്ഠവും അതുപോലെ റിലയബിളും വിശ്വസനീയവും ആയിരിക്കണം. പിന്നെ ഈ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? അതിന് വേണ്ടിയിട്ട് പല ടെക്നിക്സുകളും ഉപയോഗിക്കാം. അവിടെ പേഴ്സണൽ ഒബ്സർവേഷൻ നടത്താം, സാമ്പിൾ ചെക്കിംഗ് നടത്താം, പെർഫോമൻസ് റിപ്പോർട്ട്സുകൾ തയ്യാറാക്കിയിട്ട് അങ്ങനെ ചെയ്യാം. ദർ ആർ വാരിയസ് ടെക്നിക്സ് ഫോർ മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ് ലൈക്ക് പേഴ്സണൽ ഒബ്സർവേഷൻ, സാമ്പിൾ ചെക്കിംഗ്, പെർഫോമൻസ് റിപ്പോർട്ട്സ് എക്സെട്ര. ഇനി കൂടാതെ ഈ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റും ആവാം, ക്വാളിറ്റേറ്റീവ് മെഷർമെൻറ്റും ആവാം. ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് ഈസ് ഡൺ ഫോർ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള മെഷർമെൻറ്റാണ് ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അത് എണ്ണത്തിൻ്റെ ഭാഷയിൽ നിശ്ചയിക്കുന്ന നിലവാരമാണെന്നുണ്ടെങ്കിൽ, പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ആറ്റിറ്റ്യൂഡ്സ് ഓഫ് വർക്കേഴ്സ്, എംപ്ലോയീസ്, മോറൽ എക്സെട്ര കനോട്ട് ബി മെഷേർഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി. എന്നാലോ നമുക്ക് തൊഴിലാളികളുടെ മനോഭാവമോ അല്ലെങ്കിൽ അവരുടെ മനോവീര്യം, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ മൊറയിൽ, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വാണ്ടിറ്റേറ്റീവിലായിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ?
ഇല്ല. ദേ ഹാവ് ടു ബി മെഷേർഡ് ക്വാളിറ്റേറ്റീവ്ലി ത്രൂ ടെസ്റ്റ് സർവേസ് എക്സെട്ര. എന്നാലോ ഇതൊക്കെ ഏതിലൂടെ തിട്ടപ്പെടുത്താനും പറ്റും? സർവേ നടത്തിയിട്ടോ ടെസ്റ്റുകൾ നടത്തിയിട്ടോ ഇങ്ങനെയൊക്കെ ക്വാളിറ്റേറ്റീവിലായിട്ട് അതെന്ത് ചെയ്യാം? മെഷർ ചെയ്യാം. അപ്പോൾ എന്തെന്നാലും കൺട്രോളിങ്ങിൽ സെക്കൻഡ് സ്റ്റെപ്പാണ് എന്ത്? മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, യഥാർത്ഥ ജോലി നിർവഹണം അളക്കൽ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് കമ്പയറിംഗ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. യഥാർത്ഥ ജോലി നിർവഹണത്തെ സ്റ്റാൻഡേർഡുമായി താരതമ്യപ്പെടുത്തൽ. ഇതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻവോൾവ്സ് കമ്പയറിംഗ് ദി ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. സച്ച് എ കമ്പാരിസൺ റിവീൽസ് ദി ഡീവിയേഷൻ ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് ഡിസയേർഡ് റിസൾട്ട്സ്. അതായത് ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്യും അല്ലോ, എന്നിട്ട് പ്ലാനിങ് പ്രകാരം സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ സ്റ്റാൻഡേർഡിനെ ഈ ആക്ച്വൽ പെർഫോമൻസുമായിട്ട് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് അനലൈസിങ് ഡീവിയേഷൻസ്, വ്യതിയാനങ്ങളെ വിശകലനം ചെയ്യൽ. ഡീവിയേഷൻ മീൻസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ആക്ച്വൽ റിസൾട്ട് ആൻഡ് സ്റ്റാൻഡേർഡ്സ് സെറ്റ്. സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡും നിശ്ചയിച്ച നിലവാരങ്ങളും അതുപോലെ അതിൽ നിന്നും കിട്ടിയ യഥാർത്ഥ റിസൾട്ട് ആക്ച്വൽ റിസൾട്ടും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അത് ഉദ്ദേശ വ്യതിയാനങ്ങൾ തന്നെയാണോ ഉണ്ടായത് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഡീവിയേഷൻസ് എന്ത് ചെയ്യുന്നത്? അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ കൺട്രോൾ പ്രോസസ് നെക്സ്റ്റ് സ്റ്റെപ്പാണ് അനലൈസിങ് ഡീവിയേഷൻസ്, വ്യതിയാനങ്ങളെ വിശകലനം ചെയ്യൽ. ഡീവിയേഷൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടി രണ്ട് രീതികൾ മാനേജേഴ്സിന് ഉപയോഗിക്കാവുന്നതാണ്. മാനേജേഴ്സ് ക്യാൻ റിലൈ ഓൺ ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. അത് ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോളും മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ സെപ്പറേറ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുമ്പോൾ എന്താണെന്നുള്ളത്, അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വിശദമായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നെയ്തർ എക്കണോമിക്കൽ നോർ ഈസി ടു എക്സസൈസ് കൺട്രോൾ ഓൺ ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റി ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമുള്ള ഒരു പ്രവൃത്തിയല്ല, അത് വളരെ പ്രയാസവും അതുപോലെ അത് ചിലവുള്ള ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിൻ്റെ വിജയത്തിന് നിർണായകമായ പ്രവർത്തന മേഖലകൾ ഏതാണെന്ന് നോക്കിയിട്ട് അതിലേക്ക് മാത്രമായിട്ട് ഈ കൺട്രോളിങ് എന്ത് ചെയ്യണം? പരിമിതപ്പെടുത്തണം. കൺട്രോൾ മെഷേഴ്സ് ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺ കീ റിസൾട്ട് ഏരിയാസ് വിച്ച് ആർ ക്രിട്ടിക്കൽ ഇൻ ദി സക്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. കൂടുതൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഭാഗം എന്താണോ അവിടേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിട്ട് നിയന്ത്രിക്കൽ അല്ലെങ്കിൽ നിയന്ത്രണം അവിടെ കൂടുതൽ എന്ത് ചെയ്യണം? ഏർപ്പെടുത്തണം. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പോസ്റ്റൽ ചാർജ് കൂടുന്നതിനേക്കാളും വളരെ ഗുരുതരമായ ഒരവസ്ഥയാണ്, ക്രിട്ടിക്കലായിട്ടുള്ള ഒന്നാണ് തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ കൂലി വർദ്ധിപ്പിക്കുന്നത് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിട്ട് അവിടെയാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഏർപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലും ഈ വ്യതിയാനങ്ങൾ എന്ത് ചെയ്യാം? വിശകലനം ചെയ്യാം ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട്. ഇനി രണ്ടാമത്തെ രീതിയാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ അല്ലെങ്കിൽ കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ അല്ലെങ്കിൽ കൺട്രോൾ ബൈ എക്സെപ്ഷൻ. അപ്പോൾ അതെന്താ നോക്കാം, ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കണേ. ദിസ് പ്രിൻസിപ്പിൾ ഈസ് ബേസ്ഡ് ഓൺ ദി ബിലീഫ് ദാറ്റ് ആൻ അറ്റംപ്റ്റ് ടു കൺട്രോൾ എവറിത്തിങ് റിസൾട്ട്സ് ഇൻ കൺട്രോളിങ് നത്തിങ്. അതായത് എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ പോയാൽ ഒന്നിനെയും നിയന്ത്രിക്കാനാവില്ല എന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ള തത്വമാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഹെൻസ് ഓൺലി സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻസ് ബിയോണ്ട് എ പെർമിസിബിൾ ലിമിറ്റ് നീഡ് ബി ബ്രോട്ട് ടു ദി നോട്ടീസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾഡ്. അതുകൊണ്ട് തന്നെ അനുവദനീയമായ പരിധിയിൽ നിന്നുമുള്ള കാര്യമായ വ്യതിയാനങ്ങൾ മാത്രമേ മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന രീതി പ്രകാരം പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഈ വ്യതിയാനങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടി രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോൾ രീതി ഉപയോഗിക്കാം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. അതായത് കൂടുതൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഭാഗങ്ങൾ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ പോയാൽ ഒന്നിനെയും നിയന്ത്രിക്കാനാവില്ല എന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ള തത്വമാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അനുവദനീയമായ പരിധിയിൽ നിന്നുമുള്ള കാര്യമായ വ്യതിയാനങ്ങൾ മാത്രമേ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുള്ളൂ? ശ്രദ്ധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി കൺട്രോളിങ് പ്രോസസ്സിലെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ.
അതായത് തിരുത്തൽ നടപടികൾ സ്വീകരിക്കുക. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നു, പിന്നെ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്തു, പിന്നെ സ്റ്റാൻഡേർഡിനെ ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ്സുമായിട്ട് കമ്പയർ ചെയ്തു, എന്നിട്ട് അതിൽ നിന്നുള്ള ഡീവിയേഷൻസ് അനലൈസ് ചെയ്തു. അതിനോട് 2 രീതി ഉപയോഗിച്ചു, ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോളും മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷനും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്, തിരുത്തൽ നടപടികൾ സ്വീകരിക്കൽ. അപ്പോൾ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പാണ്. നോ കറക്റ്റീവ് ആക്ഷൻ ഈസ് റിക്വയർഡ് ഇൻ കേസ് ഡീവിയേഷൻസ് ആർ വിത്തിൻ പെർമിസിബിൾ ലിമിറ്റ്സ്. അതായത് ഈ ഡീവിയേഷൻസ് എന്ന് പറഞ്ഞാൽ അനുവദനീയമായ പരിധിക്കുള്ളിലാണെങ്കിൽ അവിടെ തിരുത്തൽ നടപടികളൊന്നും ആവശ്യമില്ല. എന്നാലോ വ്യതിയാനങ്ങൾ ഡീവിയേഷൻസ് അനുവദനീയമായ പരിധിയിൽ കൂടുതലാണെങ്കിൽ അവ ആവർത്തിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് കൺട്രോളിംഗ് പ്രോസസ്സിലെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇഫ് ഡീവിയേഷൻസ് ഗോ ബിയോണ്ട് ദിസ് ലെവൽ ഇറ്റ് റിക്വയേഴ്സ് ഇമ്മീഡിയറ്റ് മാനേജീരിയൽ ആക്ഷൻ. Next we shall discuss the techniques of managerial control. മാനേജീരിയൽ നിയന്ത്രണത്തിൻ്റെ ടെക്നിക്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. 2 തരം ടെക്നിക്കുകളാണ്, ട്രഡീഷണൽ ടെക്നിക്സും മോഡേൺ ടെക്നിക്സും. പരമ്പരാഗത ടെക്നിക്കുകളും ആധുനിക ടെക്നിക്കുകളും. ഇനി ഏതൊക്കെയാണ് ഈ പരമ്പരാഗത ടെക്നിക്കുകൾ നോക്കാം. ട്രഡീഷണൽ ടെക്നിക്സ്. അപ്പോൾ ട്രഡീഷണൽ ടെക്നിക്സ്, പരമ്പരാഗത ടെക്നിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് കമ്പനികൾ തുടർന്നു പോരുന്ന ടെക്നിക്കുകൾ. ദീസ് ആർ ടെക്നിക്സ് യൂസ്ഡ് ബൈ കമ്പനീസ് ഫോർ എ ലോങ് ടൈം. അത് ഒരിക്കലും ഹാവ് നോട്ട് ഒബ്സലീറ്റ്, അത് കാലഹരണപ്പെട്ടു പോയിട്ടില്ല, ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ടെക്നിക്കുകളാണ് പേഴ്സണൽ ഒബ്സർവേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ്, ബ്രേക്ക് ഇവൻ അനാലിസിസ്, ബഡ്ജറ്ററി കൺട്രോൾ. അപ്പോൾ ഇതിൽ നമ്മൾ ഒന്നും കൂടെ ഊന്നൽ കൊടുത്തിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട 2 ടെക്നിക്കുകളാണ് ബ്രേക്ക് ഇവൻ അനാലിസിസും ബഡ്ജറ്ററി കൺട്രോളും. അപ്പോൾ ഇത് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് മോഡേൺ ടെക്നിക്സ് നോക്കാം. ദി ഫസ്റ്റ് ടെക്നിക്ക് ഈസ് എ പേഴ്സണൽ ഒബ്സർവേഷൻ, വ്യക്തിഗത നിരീക്ഷണം. അതായത് തൊഴിലാളികളെ എന്ത് ചെയ്യുക? വ്യക്തിപരമായിട്ട് നിരീക്ഷിക്കുക. സെക്കൻഡ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകൾ. അതായത് വാരിയസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ലൈക്ക് ആവറേജസ്, percentages, ratios, time series analysis, correlation, regression, etc. provide useful information to managers regarding the performance of various areas of an organization. അതായത് ആവറേജുകൾ, ശരാശരികൾ, പെർസെൻറ്റേജസ്, ശതമാനങ്ങൾ, അതുപോലെ അനുപാതങ്ങൾ, ടൈം സീരീസ് വിശകലനങ്ങൾ, അതുപോലെ റിഗ്രഷൻ അനാലിസിസ്, ഇത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അളവുകൾ ഒരു സ്ഥാപനത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള പ്രകടനങ്ങളെക്കുറിച്ച് മാനേജർമാർക്ക് അറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാനേജർമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നു. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാം. ഇനി മൂന്നാമത്തെ ടെക്നിക്കാണ് ട്രഡീഷണൽ ടെക്നിക്ക് ബ്രേക്ക് ഇവൻ അനാലിസിസ്, ലാഭനഷ്ടരഹിത വിശകലനങ്ങൾ. ബ്രേക്ക് ഈവൻ അല്ലെങ്കിൽ ലാഭനഷ്ടരഹിത വിശകലനങ്ങൾ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം പഠിക്കണം കേട്ടോ. ബ്രേക്ക് ഇവൻ അനാലിസിസ് എന്താണെന്നുള്ളത്. ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ബൈ മാനേജേഴ്സ് ടു സ്റ്റഡി ദി കോസ്റ്റ് വോളിയം ആൻഡ് പ്രോഫിറ്റ് റിലേഷൻഷിപ്പ്, CVP, കോസ്റ്റ് വോളിയം ആൻഡ് പ്രോഫിറ്റ് റിലേഷൻഷിപ്പ്. അതായത് ചെലവ് വ്യാപ്ത ലാഭ ബന്ധത്തെ, അത് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ്, കോസ്റ്റ് ചെലവ്, വോളിയം വ്യാപ്തി, ലാഭം പ്രോഫിറ്റ്, ഈ ബന്ധത്തെ മനസ്സിലാക്കുന്നതിന് മാനേജർമാർ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ ബ്രേക്ക് ഇവൻ അനാലിസിസ് എന്ന് പറയുന്നത്. പ്രോബബിൾ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ക്യാൻ ബി ഡിറ്റർമിൻ അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. ദി ലെവൽ ഓഫ് ഓപ്പറേഷൻ where total revenue or sales are equal to total cost is called the break-even point. അതായത് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ റവന്യൂ അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസ് അത് ടോട്ടൽ കോസ്റ്റിന് ഈക്വലായി വരുന്ന പോയിന്റിനെയാണ്, അല്ലെങ്കിൽ ആ ലെവൽ ഓഫ് ഓപ്പറേഷനെയാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് ഇവൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്, അതായത് മാനേജർമാർക്ക് ചെലവ് വ്യാപ്ത ലാഭ ബന്ധത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജർമാർ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രവർത്തനത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ സാധ്യതയുള്ള ലാഭങ്ങളും നഷ്ടങ്ങളും കണ്ടെത്തുന്നതിനാണ് ഈ ടെക്നിക്ക് സഹായിക്കുന്നത്. അപ്പോൾ അതായത് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്, ലാഭനഷ്ടരഹിത ബിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം റവന്യൂ അല്ലെങ്കിൽ വിൽപ്പനയും മൊത്തം ചെലവും തുല്യമാകുന്ന
പ്രവർത്തന തലത്തിനെയാണ് ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രേക്ക് ഈവൺ പോയിന്റിൽ ഒരു സ്ഥാപനത്തിന് ലാഭമോ നഷ്ടമോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ഇത് വ്യത്യസ്ത തലത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഒരു എസ്റ്റിമേറ്റ് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഒരു മതിപ്പ് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബ്രേക്ക് ഈവൺ അനാലിസിസ് എന്ന് പറയുന്ന ടെക്നിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അതിൽ പഠിച്ചു വെക്കാം. ഇനി നെക്സ്റ്റ് ട്രഡീഷണൽ ടെക്നിക്കാണ് ബഡ്ജറ്ററി കൺട്രോൾ. ബഡ്ജറ്ററി നിയന്ത്രണം. ബഡ്ജറ്ററി കൺട്രോൾ ഈസ് എ ടെക്നിക് ഓഫ് കൺട്രോളിംഗ് ദി ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ബഡ്ജറ്റ്സ്. അതായത് ബജറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന ടെക്നിക്കാണ് ബഡ്ജറ്ററി നിയന്ത്രണം എന്ന് പറയുന്നത്, ബഡ്ജറ്ററി കൺട്രോൾ. ഇറ്റ് ഇൻവോൾവ്സ് ദി കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദി ബഡ്ജറ്ററി സ്റ്റാൻഡേർഡ്സ്. അതായത് ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ പെർഫോമൻസിനെ ബഡ്ജറ്ററി സ്റ്റാൻഡേർഡുമായിട്ട് താരതമ്യം ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അതിനു വേണ്ടിയാണ് ഈ ബഡ്ജറ്ററി കൺട്രോൾ ഉപയോഗിക്കുന്നത്. ദി കമ്പാരിസൺ റിവീൽസ് ദി റീസൺസ് ഫോർ വേരിയൻസ് ടു ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ് ടു അച്ചീവ് ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. അതായത് ഒരു സ്ഥാപനം അതിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം തിരുത്തൽ നടപടികൾ ആണോ എടുക്കേണ്ടത്, അതിനൊക്കെ ഈ ബഡ്ജറ്ററി കൺട്രോൾ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ബഡ്ജറ്ററി കൺട്രോൾ. അപ്പോൾ ഇത്രയാണ് ട്രഡീഷണൽ ടെക്നിക്ക്. അപ്പോൾ ഇതിൽ ബ്രേക്ക് ഈവൺ അനാലിസിസും ബഡ്ജറ്ററി കൺട്രോളും ശരിക്കും പഠിച്ചു വെക്കണം കേട്ടോ. മറ്റേ പഠിക്കേണ്ടതെന്നല്ല, മറ്റേ പോയിന്റ്സ് ആയിട്ട് പഠിക്കുക, ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ടും പഠിച്ചു വെക്കാം. നെക്സ്റ്റ് വി ഷാൽ ഡിസ്കസ് ദി മോഡേൺ ടെക്നിക്സ്. ഇനി ഏതൊക്കെയാണ് മോഡേൺ ടെക്നിക്സ്, ആധുനിക ടെക്നിക്കുകൾ നോക്കാം. അപ്പോൾ ആധുനിക ടെക്നിക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ അടുത്തായിട്ട് മോഡേൺ ടെക്നിക്സ് ആർ ഓഫ് റീസൺ ഒറിജിൻ ആൻഡ് ന്യൂ ടു മാനേജ്മെൻറ്റ് ലിറ്ററേച്ചർ. അതായത് ഈ അടുത്തായിട്ട് രൂപീകരിക്കപ്പെട്ട അല്ലെങ്കിൽ രൂപപ്പെട്ട് വന്ന ടെക്നിക്കുകളാണ് മോഡേൺ ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു ടെക്നിക്കാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപത്തിനുള്ള പ്രതിഫലം. ഇനി ഈ ടെക്നിക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കാം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ദിസ് ടെക്നിക് പ്രൊവൈഡ്സ് ദി ബേസിക് യാർഡ് സ്റ്റിക്ക് ഫോർ മെഷറിംഗ് വെദർ ഓർ നോട്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഹാസ് ബീൻ ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് ടു ഗെറ്റ് എ റീസണബിൾ എമൗണ്ട് ഓഫ് റിട്ടേൺ. അതായത് ന്യായമായ പ്രതിഫലം കിട്ടത്തക്ക വിധത്തിൽ മൂലധന നിക്ഷേപം ഫലപ്രദമായി ഉപയോഗിച്ചുവോ എന്ന് അളക്കുന്നതിനുള്ള അടിസ്ഥാന മാനദണ്ഡമായിട്ടാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഈ മാനദണ്ഡം അളക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, അതാണ് നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി അടുത്ത ടെക്നിക്കാണ് റേഷ്യോ അനാലിസിസ്, അനുപാത വിശകലനം. അത് റേഷ്യോ അനാലിസിസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കാം. റേഷ്യോ അനാലിസിസ് ഈസ് എ സിമ്പിൾ ടെക്നിക് used for analyzing and interpreting data contained in financial statements. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഡാറ്റ അതിനെ വ്യാഖ്യാനിക്കുന്നതിനും അതിനെ അപഗ്രഥിക്കുന്നതിനും, അതായത് അതിനെ അനലൈസ് ചെയ്യുന്നതിനും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുന്ന വിശകലനങ്ങളുടെ ലളിതമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഈ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഡൺ ത്രൂ കമ്പ്യൂട്ടേഷൻ ഓഫ് അക്കൗണ്ടിങ് റേഷ്യോസ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത്, അക്കൗണ്ടിങ് അനുപാതങ്ങൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് റേഷ്യോസ് കണക്ക് കൂട്ടുന്നതിലൂടെയാണ് അവിടെ വിശകലനം ചെയ്യുന്നത്. അതായത് രണ്ട് അക്കങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഗണിതപരമായിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് എന്തെന്ന് പറയുന്നത് ഈ റേഷ്യോ. റേഷ്യോ ഈസ് ആൻ അരിതമാറ്റിക് എക്സ്പ്രഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഫിഗേഴ്സ്. ഇനി അടുത്ത ടെക്നിക്കാണ് മോഡേൺ ടെക്നിക്കാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, ഉത്തരവാദിത്വ അക്കൗണ്ടിങ്. ഇപ്പോൾ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഇൻ വിച്ച് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, സെക്ഷൻസ്, ഡിവിഷൻസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ആർ ടേക്കൺ ആസ് എ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ. അതായത് ഒരു സ്ഥാപനത്തിലെ തന്നെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളും ഡിവിഷനുകളും സെക്ഷനുകളും ഒക്കെ റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സായിട്ട് ഉത്തരവാദിത്ത കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന അക്കൗണ്ടിങ് സമ്പ്രദായമാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ആ സെൻറ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ആയിരിക്കും ആ സ്ഥാപനത്തിൻ്റെ നിശ്ചയിച്ച ലക്ഷ്യമൊക്കെ നേടിയെടുക്കുന്നതിനുള്ള ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അയാൾക്കായിരിക്കും. അപ്പോൾ ഇനി ഇതിൽ വരുന്ന ഉത്തരവാദിത്ത കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ദി പേഴ്സൺ ഇൻ ചാർജ് ഓഫ് എ സെൻറ്റർ ഈസ് റെസ്പോൺസിബിൾ ഫോർ അച്ചീവിങ് ദി ടാർഗറ്റ് ഫിക്സ്ഡ്. അതിലെ പ്രധാനപ്പെട്ട വ്യക്തിയായിരിക്കും ആ സ്ഥാപനത്തിൽ ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ മുഴുവൻ ഉത്തരവാദിത്വവും. ഇനി റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇത്തരത്തിൽപ്പെട്ട ഉത്തരവാദിത്ത കേന്ദ്രങ്ങൾ: ഒന്നാണ് കോസ്റ്റ് സെൻറ്റർ, 2 റവന്യൂ സെൻറ്റർ, 3 പ്രോഫിറ്റ് സെൻറ്റർ, 4 ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ.
അതിൽ കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് സെൻറ്റർ ഈസ് ഡിഫൈൻഡ് ആസ് എ ലൊക്കേഷൻ, എ പേഴ്സൺ, എ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ആൻ ഐറ്റം ഓഫ് എക്യുപ്മെൻറ്റ് ഫോർ വിച്ച് കോസ്റ്റ് മേ ബി അസർറ്റൈൻഡ് ആൻഡ് യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ. അതായത് ചെലവുകൾ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരു സ്ഥലത്തെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ അല്ലെങ്കിൽ ഒരു ഉപകരണത്തെ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ മൊത്തത്തിൽ അതിനൊക്കെ ഒരു കേന്ദ്രമായി കണക്കിലെടുത്ത് അവയ്ക്ക് വരുന്ന ചിലവൊക്കെ മനസ്സിലാക്കുന്നതും അവ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ് ഏതിൽ വരുന്നത്, ഈ കോസ്റ്റ് സെൻറ്റർ എന്നുള്ളതിൽ വരുന്നത്. ഇനി അടുത്താണ് റവന്യൂ സെൻറ്റർ. റവന്യൂ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എ സെഗ്മെൻറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ വിച്ച് ഈസ് പ്രൈമറിലി റെസ്പോൺസിബിൾ ഫോർ ഏണിംഗ് റവന്യൂ ഈസ് കോൾഡ് എ റവന്യൂ സെൻറ്റർ. അതായത് ഒരു സ്ഥാപനത്തിൽ പ്രാഥമികമായും വരുമാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട വിഭാഗമാണ് റവന്യൂ സെൻറ്റർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് പ്രോഫിറ്റ് സെൻറ്റർ. പ്രോഫിറ്റ് സെൻറ്റർ ഈസ് എ സെഗ്മെൻറ്റ് ഓഫ് ആക്ടിവിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് പ്രോഫിറ്റ്. അതായത് ഒരു സ്ഥാപനത്തിന് ലാഭം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉത്തരവാദിത്തമുള്ള പ്രവർത്തന വിഭാഗമാണ് ഇത് പ്രോഫിറ്റ് സെൻറ്റർ. വരുമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ട ആരാണെന്ന് റവന്യൂ സെൻറ്റർ. ചെലവ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തമുള്ളത് കോസ്റ്റ് സെൻറ്റർ. ലാഭം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട വിഭാഗമാണ് ഇത് പ്രോഫിറ്റ് സെൻറ്റർ. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ. This center is not only responsible for profit but for investment made in it in the form of assets. അതായത് ഒരു കേന്ദ്രത്തിന് ലാഭമുണ്ടാക്കുക എന്ന ഉത്തരവാദിത്തത്തിന് പുറമെ അതിൻ്റെ അസറ്റിൽ നിക്ഷേപങ്ങൾ വേണം എന്നുള്ള ഉത്തരവാദിത്ത ബോധം കൂടെ വേണം അല്ലേ. അപ്പോൾ അതിൻ്റെ അസറ്റിൻ്റെ രൂപത്തിൽ നിക്ഷേപങ്ങൾ നടത്തിയതിൻ്റെ ഉത്തരവാദിത്വം കൂടി നോക്കുന്ന വിഭാഗമാണ് ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ. അപ്പോൾ ഇത്രയാണ് ഈ 4 സെൻറ്ററുകളാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ടെക്നിക്ക് നോക്കാം, അടുത്ത മോഡേൺ ടെക്നിക്ക്. ഇനി അടുത്ത ടെക്നിക്കാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഈസ് ആൻ ഓഡിറ്റ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻസ്പെക്ഷനാണ്, ഓഡിറ്റാണ് എന്തെന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. ഇറ്റ് റെഫേഴ്സ് ടു സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ ഓഫ് ദി ഓവറോൾ പെർഫോമൻസ് ഓഫ് ദി മാനേജ്മെൻറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള അതിൻ്റെ പ്രകടനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലിനെയാണ് എന്തെന്ന് പറയുന്നത് ഈ മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ ഓഫ് ദി ഓവറോൾ പെർഫോമൻസ് ഓഫ് ദി മാനേജ്മെൻറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തുന്നതിനാണ് നമ്മൾ മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്നുള്ളതുകൊണ്ട്. പർപ്പസ് ഈസ് ടു അസർട്ടൈൻ ദി എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടു ഇംപ്രൂവ് ഇൻ ഫ്യൂച്ചർ. മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ കാര്യക്ഷമത, അതിൻ്റെ എഫക്റ്റീവ്നെസ്, അതിൻ്റെ ഫലപ്രാപ്തിയൊക്കെ അസർട്ടൈൻ ചെയ്യുകയും എന്നിട്ട് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതുള്ളത് ഉണ്ടോ എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ അതൊക്കെ ഇൻസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഹെൽപ്സ് ദി മാനേജ്മെൻറ്റ് ടു ഐഡൻറ്റിഫൈ ദി ഡെഫിഷ്യൻസീസ് ഇൻ ദി പെർഫോമൻസ്. പ്രവർത്തനത്തിലൊക്കെ എന്തെങ്കിലും പോരായ്മകളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കണ്ടെത്തുന്നതിന് മാനേജ്മെൻറ്റ് ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതും നല്ലൊരു ടെക്നിക്കാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. ഇനി നെക്സ്റ്റ് ടെക്നിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. PERT ആൻഡ് CPM. PERT പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക്. PERT. CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ക്രിറ്റിക്കൽ പാത്ത് മെത്തേഡ്. ചിലപ്പോൾ ഫുൾ ഫോം ആയിട്ടൊക്കെ ചോദിക്കും കേട്ടോ, എന്നിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ PERT CPM അതിൻ്റെ ഫുൾ ഫോം എന്താണെന്നൊക്കെ ചോദിച്ചേക്കാം. അപ്പോൾ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക്, മറ്റേത് ക്രിറ്റിക്കൽ പാത്ത് മെത്തേഡ്. അപ്പോൾ ഇതിൽ PERT പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക് ഡെവലപ്പ് ചെയ്ത് വാസ് ഡെവലപ്ഡ് ഇൻ ദി US Navy. അതായത് US Navy വികസിപ്പിച്ചെടുത്ത ഒരു ടെക്നിക്കാണ് പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്ക്. എന്നാൽ CPM ദി ക്രിറ്റിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയുന്ന ടെക്നിക്ക് വികസിപ്പിച്ചെടുത്തത് വാസ് ഡെവലപ്ഡ് ബൈ J.E. Kelly ഓഫ് റെമിംഗ്ടൺ റാൻഡ് ആൻഡ് മിസ്റ്റർ വാക്കർ ഓഫ് ഡുപോണ്ട്. അതായത് റെമിംഗ്ടൺ റാൻഡിലെ J.E. Kellyയും ഡ്യൂപോണിലെ M.R. വാൾക്കറുമാണ് ഏത് ടെക്നിക്ക് വികസിപ്പിച്ചെടുത്തത് ക്രിറ്റിക്കൽ പാത്ത് മെത്തേഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇത് രണ്ടും എന്താണ് നെറ്റ്വർക്ക് ടെക്നിക്സ് ആണ്, യൂസ്ഫുൾ ഇൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ്. നെറ്റ്വർക്ക് ടെക്നിക്സ് യൂസ്ഫുൾ ഇൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. അതായത് പ്ലാനിങ്ങിലും കൺട്രോളിങ്ങിലും ഒക്കെ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ടെക്നിക്കുകളാണ് PERTും CPയും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ PERT CPM ഇവ ഉപയോഗിക്കുന്നതിൽ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ദി സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ യൂസിങ് PERT
ആൻഡ് CPM are. ഏതൊക്കെയാണ് സ്റ്റെപ്പുകൾ നോക്കാം. ഒന്ന്, the project is divided into a number of clearly identifiable activities and then arranged in a logical order. അതായത് പ്രൊജക്റ്റിനെ വ്യക്തമായി തിരിച്ചറിയത്തക്ക വിധത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളായി വിഭജിക്കുകയും അവയെ യുക്തിസഹമായ ക്രമത്തിൽ വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്യുക. ഒന്ന് ചെയ്യുന്നത്, ഈ ടെക്നിക്കുകളിൽ ഒന്ന് ചെയ്യുന്നത് അതാണ്. രണ്ടാമത് ചെയ്യുന്നത്, ഡെവലപ്പ് ദി നെറ്റ്വർക്ക് ഡയഗ്രാം incorporating activities involved with a starting point and a terminating point of the project. അതായത് ഉൾപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു തുടക്ക ബിന്ദുവും അവസാന ബിന്ദുവും അടങ്ങുന്ന ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇത് ഉപയോഗിക്കുമ്പോൾ രണ്ടാമതായിട്ട് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 3 time estimates, optimistic, most likely and പെസിമിസ്റ്റിക് ആർ മെയ്ഡ്. അതായത് 3 സമയ എസ്റ്റിമേറ്റുകൾ ഉണ്ടാക്കുക. അതായത് ഒപ്റ്റിമിസ്റ്റിക് ശുഭാപ്തി വിശ്വാസമുള്ളത്, മോസ്റ്റ് ലൈക്ലി ഏറ്റവും സംഭവ്യമായത്, പെസിമിസ്റ്റിക് അശുഭ പ്രതീക്ഷയുള്ളത് എന്നിങ്ങനെ 3 സമയപതിപ്പുകൾ തയ്യാറാക്കുക. അപ്പോൾ ഇതിൽ CPM-ൽ ഒരു എസ്റ്റിമേറ്റ് മാത്രമേ തയ്യാറാക്കുള്ളൂ. പെർട്ടിലാണ് 3 എണ്ണം. എന്നാൽ CPM-ൽ പദ്ധതി പൂർത്തീകരണ കോസ്റ്റ് എസ്റ്റിമേറ്റ് അവിടെ നിർബന്ധമാണ് കേട്ടോ. ഇൻ CPM ഓൺലി 1 time estimate ഈസ് പ്രിപ്പയർഡ്. 3 time estimates ഉണ്ടാക്കും. അതിൽ CPM-ൽ ഓൺലി 1 time estimate ഈസ് പ്രിപ്പയർഡ്. ഒരു ടൈം എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നുള്ളൂ. ബട്ട് CPM ഇൻസിസ്റ്റ് ഓൺ ഹാവിങ് കോസ്റ്റ് എസ്റ്റിമേറ്റ്സ് ഫോർ കംപ്ലീഷൻ ഓഫ് എ പ്രൊജക്റ്റ്. എന്നാലോ CPM-ൽ പദ്ധതി പൂർത്തീകരണത്തിനൊരു കോസ്റ്റ് എസ്റ്റിമേറ്റ് അവിടെ നിർബന്ധമാണ്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് പെർട്ട് CPM-ൽ വരുന്നതെന്ന് വെച്ചാൽ ദി ലോങ്ങസ്റ്റ് പാത്ത് ഇൻ ദി നെറ്റ്വർക്ക് ഈസ് ഐഡൻറ്റിഫൈഡ് ആസ് ദി ക്രിട്ടിക്കൽ പാത്ത്. അതായത് നെറ്റ്വർക്കിലെ ഏറ്റവും ദീർഘമുള്ള മാർഗം അല്ലെങ്കിൽ പാത അത് ആബിൾ സന്ധിയായ മാർഗമായിട്ട് തിരിച്ചറിയുക. ലോങ്ങസ്റ്റ് ആയാലും ആബിൾ സന്ധിയായ മാർഗമായിട്ട് തിരിച്ചറിയുന്നു എന്നുള്ളതാണ് നാലാമത് അതിൽ ചെയ്യുന്നത്. ഇനി അഞ്ചാമതായിട്ട് ചെയ്യുന്നത് പ്ലാൻ മേ ബി മോഡിഫൈഡ് ഫോർ പ്രോംപ്റ്റ് എക്സിക്യൂഷൻ ആൻഡ് ടൈംലി കംപ്ലീഷൻ ഓഫ് ദി പ്രൊജക്റ്റ്. അതായത് പദ്ധതി കൃത്യമായി നടപ്പാക്കുന്നതിനും സമയത്തിന് പൂർത്തീകരിക്കുന്നതിനും പ്ലാൻ പരിഷ്കരിക്കുക അല്ലെങ്കിൽ ആ പ്ലാൻ പരിഷ്കരിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം അതിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പെർട്ട് ആൻഡ് CPM. അപ്പോൾ പെർട്ട് വികസിപ്പിച്ചെടുത്ത് ആരാണെന്നുള്ളതും CPM ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് വികസിപ്പിച്ചെടുത്ത് ആരാണെന്നുള്ളതും ഈ പെർട്ടും CPM-ഉം ഉപയോഗിക്കുന്നതിൽ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്, ഈ 5 സ്റ്റെപ്സും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് മോഡേൺ ടെക്നിക്കാണ് MIS, മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫോർമേഷൻ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിത വിവര സമ്പ്രദായമാണ് മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ ആൻഡ് സപ്പോർട്ട് ടു മാനേജ്മെൻറ്റ് ഫോർ ടേക്കിംഗ് ഇഫക്റ്റീവ് ബിസിനസ് ഡിസിഷൻസ്. അതായത് ഫലപ്രദമായിട്ടുള്ള ബിസിനസ് തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങളും പിന്തുണയും നൽകുക എന്നുള്ളതാണ് ഈ മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം ചെയ്യുന്നത്. ഇൻഫോർമേഷൻ വിൽ ഹാവ് ക്വാളിറ്റി ഓൺലി ഇഫ് ഇറ്റ് ഈസ് അപ് ടു ഡേറ്റ്, ആക്യുറേറ്റ് ആൻഡ് ടൈംലി. വിവരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്വാളിറ്റി ഉള്ളതായിരിക്കും, അത് അപ് ടു ഡേറ്റ് ആയിരിക്കും, അവ പുതിയതായിരിക്കും, വളരെ ആക്യുറേറ്റ് ആയിരിക്കും, കൃത്യതയുള്ളതായിരിക്കും, അത് സമയത്തിനൊക്കെ ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് അല്ലെങ്കിൽ ആ സമ്പ്രദായമാണ് എന്ന് പറയുന്നത് ഈ മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. The management information system acts as an important communication tool for managers. അതായത് മാനേജേഴ്സിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമേന്മയുള്ള വിവരങ്ങളാണ് ഈ മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജർമാർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആശയവിനിമയ ഉപകരണമായിട്ട് ഈ മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് കൺട്രോളിങ്ങിൻ്റെ ടെക്നിക്സ്, ട്രഡീഷണൽ ടെക്നിക്സും മോഡേൺ ടെക്നിക്സും. അതിൽ ട്രഡീഷണൽ ടെക്നിക്സിൽ ബ്രേക്ക് ഇവൺ അനാലിസിസും ബജറ്ററി കൺട്രോളും ഒന്ന് വിശദമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ മോഡേൺ ടെക്നിക്സിൽ ഒറ്റപ്പെട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒന്നാണ് പെർട്ട് ആൻഡ് CPM, അതേപോലെ മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. ബാക്കിയുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളതല്ല, എല്ലാ ടെക്നിക്സുകളും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതുള്ളൂ, തീർച്ചയായിട്ടും ക്ലിയർ ചെയ്തു തരും. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പം ഓക്കെ.